ബംഗളൂരുവിൽ വ്യവസായി ഡോക്ടർ റോയ് CJയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന കാര്യമാണ് വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മാത്രമല്ല, നെഞ്ചിൻ്റെ ഇടതുവശത്ത് 5ാമത്തെ വാരിയെല്ലിൽ കൂടി ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി എന്നാണ് പറയുന്നത്. വലത് കൈകൊണ്ടാണ് വെടിവെച്ചത്. വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ ബംഗളൂരുവിൽ നിന്ന് നൽകും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം മോർച്ചറിയിലേക്ക് അല്പസമയത്തിനകം മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. പോസ്റ്റ്മോർട്ടം നടപടികൾ ബംഗളൂരുവിലെ ബൗറിംഗ് ആശുപത്രിയിൽ, ശിവാജി നഗറിലുള്ള ബൗറിംഗ് ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ ബെന്നാർഘട്ടയിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. ഇതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുള്ളത് വലത് കൈകൊണ്ടാണ് ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 3:45 ആണ് ഈ സംഭവം ഉണ്ടായത്. വലത് കൈകൊണ്ടാണ് വെടിവെച്ചത്. നെഞ്ചിൻ്റെ ഇടതുവശത്ത് 5ാമത്തെ വാരിയെല്ലിൽ കൂടി ഹൃദയത്തിലേക്ക് ഈ വെടിയുണ്ട തുളച്ചു കയറി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നടത്തിയ ഡോക്ടർമാരുമായി നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്നത്. നെഞ്ചിന്റെ ഇടതുവശത്ത് 5th റിബ്, 5ാമത്തെ റിബ് തുളച്ചു കയറി താഴേക്ക് ഡൗൺവേർഡ് പൊസിഷൻ ആയിരുന്നു വെടിയുണ്ട എന്നതാണ് അറിയുന്നത്. ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട്. അവിടെ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. വലത് കൈകൊണ്ടാണ് വെടിവെച്ചത് എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം. ഒപ്പം വെടിയുണ്ട ഫോറൻസിക് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് വെടിയേറ്റത് എന്നത് അടക്കമുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നെഞ്ചിന്റെ ഇടതുവശത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ഇപ്പോൾ ഡോക്ടർ റോയ് CJയുടെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ് ബംഗളൂരുവിലെ ആശുപത്രിയിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ബംഗളൂരുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നു. വലത് കൈകൊണ്ടാണ് വെടിവെച്ചത്. നെഞ്ചിന്റെ ഇടതുവശത്ത് 5ാമത്തെ വാരിയെല്ല് തുളച്ച് ഹൃദയത്തിലേക്ക് വെടിയുണ്ട കയറി എന്ന കാര്യമാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രന് ലഭ്യമായിരിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്നാണ് ഈ വിവരം 24ൻ്റെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രന് ലഭിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നു. ശ്രീനാഥ്, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് പറയൂ. ദിലീപ് കുമാർ, ഏറ്റവും ഇവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഫോറൻസിക് സർജന്മാരാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് എന്നതാണ് അറിയുന്നത്. ഏതാണ്ട് 2 മണിക്കൂറിലധികം നീണ്ടുനിന്നു. നമ്മൾ നേരത്തെ അറിഞ്ഞത് 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി എന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, 7:45 പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിരുന്നു. ഏതാണ്ട് 10:30 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. അതായത് 2 മണിക്കൂറിലധികം സമയം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് അറിയുന്നുണ്ട്. വെടി എവിടെയാണ് ഏറ്റത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഡോക്ടർമാരിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഇടതുവശത്താണ് വെടിയേറ്റിരിക്കുന്നത്. 5th റിബ് തുളച്ചു കയറി, നെഞ്ചിൻ കൂടിന്റെ 5ാമത്തെ റിബ് തുളച്ച് ഹൃദയത്തിലേക്ക് വെടിയുണ്ട കയറി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വലതു കൈകൊണ്ടാവാം വെടിവെച്ചത് എന്നതാണ് ഈ വെടിയുണ്ട പോയ വഴി അത് പരിശോധിക്കുമ്പോൾ, ആ മുറിവ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വെടിയുണ്ടയാവട്ടെ ഫോറൻസിക് സംഘത്തിന് ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് എവിടെയാണ് വെടിയേറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രിസൈസായി ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആത്മഹത്യക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് സംശയിക്കാവുന്നതൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമികമായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു നിഗമനം. ആ വിവരം തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്ന് പോകാനും പോകുന്നത്. അതുകൊണ്ട് ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണമുണ്ട്. അവിടെ ഹൃദയത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്നതും ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ അതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാക്കി പ്രാഥമിക റിപ്പോർട്ട്, അതിനുശേഷം വിശദമായ റിപ്പോർട്ടും തയ്യാറാകും എന്നതറിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.